ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് പുതിയ ദശകം നോക്കാം. ശ്രീമൻ നാരായണീയം ദശകം 37 കൃഷ്ണാവതാര പ്രസ്താവം. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെയൊക്കെ മനസ്സിൽ കുടികൊള്ളുന്ന ഉണ്ണിക്കണ്ണൻ്റെ സാക്ഷാൽ ശ്രീകൃഷ്ണാവതാരം ആണ്. അവതരിക്കാനുള്ള കാരണം വിവരിക്കുന്നു ഈ ദശകത്തിൽ ഭട്ടതിരിപ്പാട്. ദേവാസുര യുദ്ധത്തിൽ ഭഗവാനാൽ കൊല്ലപ്പെട്ട അസുരന്മാർ മോക്ഷം കിട്ടാതെ കർമ്മഫലമനുഭവിക്കാൻ വീണ്ടും ഭൂമിയിൽ പിറക്കുന്നു. കംസാദികൾ അവരുടെ ഭാരം സഹിക്കാതെ ഭൂമിദേവി വളരെയധികം വിഷമിക്കുന്നു. ദേവന്മാരും അവരെല്ലാവരും ചേർന്ന് പോംവഴിക്കായി ബ്രഹ്മാവിനോട് സങ്കടമുണർത്തിക്കുന്നു. ദുഷ്ടന്മാരുടെ വർദ്ധിച്ച ഭാരം കൊണ്ട് ഞാൻ സമുദ്രത്തിൽ മുങ്ങിപ്പോകാറായി, എന്നെ രക്ഷിച്ചാലും എന്ന് ഭൂമിദേവി സങ്കടത്തോടെ പറയുന്നു. ഒപ്പം ദേവന്മാരും ദയനീയമായ നോട്ടത്തോടെ നിൽക്കുന്നത് കണ്ട് അവരോട് ബ്രഹ്മാവ് പറയുന്നു, നിങ്ങളെ രക്ഷിക്കുവാൻ സാക്ഷാൽ മഹാവിഷ്ണുവിന് മാത്രമേ കഴിയൂ. അതിനാൽ ശിവനെ മുന്നിൽ നിർത്തി പാലാഴിയിൽ പോയി സങ്കടമുണർത്തിച്ചാലും എന്ന് പറഞ്ഞ് അവരോടുകൂടി ബ്രഹ്മാവ് പാലാഴിയിലേക്ക് പോയി. അവർ പാലാഴിയിലെത്തിയപ്പോൾ പരമാത്മാവായ വിഷ്ണുവിൻ്റെ അരുളപ്പാടുകൾ ബ്രഹ്മാവ് അശരീരി പോലെ ഉള്ളിൽ കേൾക്കുകയും എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട് വിഷ്ണുവിൻ്റെ വചനങ്ങൾ പറയുന്നു. അത് ഇപ്രകാരമായിരുന്നു: ഞാൻ എല്ലാം അറിയുന്നുണ്ട്. അതിനാൽ അവരുടെ നാശം വരുത്തുന്നതിന് വേണ്ടി പൂർണ്ണഭാവത്തോടെ യദുവംശത്തിൽ ജനിക്കും. ദേവന്മാരും ദേവസ്ത്രീകളും എന്നെ സേവിക്കുന്നതിന് അവരുടെ അംശം കൊണ്ട് ഭൂമിയിൽ വൃഷ്ണിവംശത്തിൽ ജനിക്കട്ടെ. ബ്രഹ്മാവ് ഭഗവാന്റെ വാക്കുകൾ പറഞ്ഞു. ഇത് കേട്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെ മടങ്ങിപ്പോയി. അതിന് കാരണമായ വസുദേവ ദേവകിമാരുടെ വിവാഹവും നടന്നു. വിവാഹം കഴിഞ്ഞ് ഭാര്യാസമേതം സ്വന്തം വീട്ടിലേക്ക് പോകുന്ന വസുദേവനെയും ദേവകിയെയും സ്നേഹപൂർവം യാത്ര അയക്കാൻ കംസൻ വഴിയിൽ സാരഥിയായി രഥം ഓടിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇടിമുഴക്കം പോലെ ഒരശരീരി ദേവകിയുടെ 8ാമത്തെ പുത്രൻ കംസനെ കൊല്ലും. ഭഗവത് വചനം കേട്ട് കംസൻ ഞെട്ടിപ്പോയി. സ്നേഹം മുഴുവൻ രോഷമായി. ദേവകിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് വാളെടുത്ത് കൊല്ലാൻ നോക്കി. സ്വന്തം ഭാര്യയെ കൺമുന്നിൽ വെച്ച് കൊല്ലാൻ നോക്കിയ കംസനെ വസുദേവർ വളരെയധികം സമാധാന വാക്കുകൾ പറഞ്ഞ് അനുനയിപ്പിക്കാൻ നോക്കി. പക്ഷെ കംസന് യാതൊരു ദയവും തോന്നിയില്ല. അവൾ ഉണ്ടെങ്കിലല്ലേ പ്രസവിക്കൂ, അതുകൊണ്ട് എന്തായാലും കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. അവസാനം വസുദേവർ വളരെ പ്രയാസപ്പെട്ട് ഒരു നിബന്ധന വെച്ചു. പ്രസവിക്കുന്ന എല്ലാ കുട്ടികളെയും താങ്കളെ ഏൽപ്പിച്ചോളാം. അപ്പോൾ കംസൻ ഒന്ന് അയഞ്ഞു. അതുപ്രകാരം ആദ്യത്തെ കുട്ടിയെ കംസന് കൊടുത്തെങ്കിലും അയാൾക്കതിനെ കൊല്ലാൻ തോന്നിയില്ല. ഒരൽപ്പം ദയ തോന്നി. 8ാമത്തെ കുട്ടിയല്ലേ, അതുകൊണ്ട് ഇതിനെ വെറുതെ വിടാം എന്ന് വിചാരിച്ച് കൊന്നില്ല. ഭഗവാന്റെ ഇച്ഛപ്രകാരം നാരദ മഹർഷി മഥുരയിലെത്തി കംസാദികൾ അസുരന്മാരാണെന്നും യാദവന്മാർ ദേവന്മാരാണെന്നും അതുകൊണ്ട് വെറുതെ വിടരുത്, ഭഗവാൻ മഹാവിഷ്ണു മായക്കാരനാണ്, എപ്പോൾ വേണമെങ്കിലും ജനിക്കാം, താങ്കളുടെ അന്തകനുമാകാം, ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അത് കേട്ടപ്പോൾ കംസനാകെ ഭയന്ന് ദേവകിയുടെ 6 കുട്ടികളെയും കൊന്നു. 7ാമത്തെ ഗർഭത്തിൽ ആദിശേഷൻ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ അവതാരത്തിന് സമയമായി. ആ ഗർഭം രോഹിണിയുടെ ഉദരത്തിലേക്ക് മാറ്റപ്പെടുകയും സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ ദേവകിയുടെ ഉദരത്തിൽ പ്രവേശിക്കുകയും ചെയ്തു.
ഈ ദശകം ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 37 കൃഷ്ണാവതാര പ്രസ്താവം ശ്ലോകം 1. സാന്ദ്രാനന്ദ തനു ഹരേ നനുപുരാ ദൈവാസുരേ സങ്കരേ ത്വത്കൃത്ത അപി കർമ്മശേഷവശതോ യേ തേ നയാതാഗതിം തേഷാം ഭൂതലജന്മനാം ദിദിഭുവാം ഭാരേണ ദൂരാർദിതാ ഭൂമി പ്രാപവിരിഞ്ചമാശ്രിതപദം ദേവൈ പുരൈവാഗതൈ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു ശ്ലോകമാണ്. പ്രയാസമായിട്ടുള്ള വാക്കുകളൊന്നും തന്നെ ഇല്ല. സാന്ദ്രാനന്ദ തനോ ഹരേ നനു പുരാ ദൈവാസുരേ സങ്കരേ ത്വത്കൃത്ത ത്വ എന്നുള്ളത് ശ്രദ്ധിച്ചോളൂ. ത്വത്കൃത്ത അപി കർമ്മശേഷവശതോ യേ തേ ന യാതാഗതിം തേഷാം ഭൂതലജന്മനാം ഭൂ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. ദിതി ഭുവാം ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഒന്ന് ദയേൽത്തെ ദ എന്നാണ്, ഒന്ന് പിന്നെ താന്ന്. ദിതി ഭുവാം ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭാരേണ ഭാ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. ദൂരാർദിത ദി മദ്ദളം എന്നൊക്കെ ഉള്ള പോലത്തെ ദി മെല്ലെ നൂന്നണം. ഭൂമി അവിടെ വിസർഗം. ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പ്രാപ വിരിഞ്ചം ആശ്രിത പദം ആശ്രിത പദം ദ എന്നുള്ളത് ദയേൽത്തേണ്. ദേവൈ അവിടെ വിസർഗം. പുര ഏവ ആഗതൈ അത് ചേർത്തിട്ട് പുരൈവാഗതൈ വിസർഗം ലാസ്റ്റിൽ. അപ്പോൾ വിസർഗത്തോടു കൂടെ നിർത്തണം. സാന്ദ്രാനന്ദ തനോ ഹരേ നനുപുരാ ദൈവാസുരേ സങ്കരേ ത്വത്കൃത്ത അപി കർമ്മശേഷവശതോ യേ തേ നയാതാഗതിം തേഷാം ഭൂതലജന്മനാം ദിദിഭുവാം ഭാരേണ ദൂരാർദിതാ ഭൂമി പ്രാപവിരിഞ്ചമാശ്രിതപദം ദേവൈ പുരൈവാഗതൈ. അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. ഹാ ഹാ ദുർജന ഭൂരിഭാരമഥിതാം പാഥോ നിധൗ പാദുകാമേതാം പാലയ ഹന്തമേ വിവശതാം സംപൃച്ഛ ദേവാനിമാൻ ഇത്യാദി പ്രചുര പ്രലാപവിവശാമാലോക്യ ധാതാമഹീം ദേവാനാം വദനാനി വീക്ഷ്യ പരിതോ ദധ്യൗ ഭവന്തം ഹരേ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുക നോക്കാം. ഇതും അത്ര കഷ്ടമൊന്നുമില്ല, പ്രയാസമുള്ള വാക്കുകളൊന്നും തന്നെ ഇല്ല. ഹാ ഹാ ദുർജന ഭൂരിഭാരമഥിതാം അത് ഒന്നിച്ച് ഉള്ളൊരു വാക്കാണത്. ദുർജന ജ എന്നുള്ളത് 2 ഉണ്ട്. ദുർജന മെല്ലെ ഊന്നി പറയണം. ഭൂരി ഭൂ എന്നുള്ള അക്ഷരം ഊന്നി പറയണം. ഭാര എന്നുള്ളതിൻ്റെ ഭാന്നും ഊന്നി പറയാനുള്ളതാണ്. ഭാരമഥിതാം ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പാഥോ നിധൗ പാഥോ എന്നുള്ള അക്ഷരം ഊന്നി പറയണം. തോന്ന് നിധൗ എന്നുള്ളതിൻ്റെ ധാന്നും ഊന്നി പറയണം. പാതുകാം ഏതാം ചേർത്ത് ചൊല്ലുമ്പോൾ പാതുകാമേതാം പാലയ ഹന്ത ന്ത എന്നുള്ളത് ന താന്നാണ്. ഹന്ത മേ വിവശതാം നീട്ടിയിട്ട് മുറുക്കം. സംപൃച്ഛ പൃ എന്നാണ്, അത് ശ്രദ്ധിച്ചോളൂ. പൃ ഛ ഛ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. ദേവാൻ ഇമാൻ ദേവാനിമാൻ ഇത്യാദി പ്രചുര പ്രലാപ വിവശാം അവിടെ നിർത്തി ചൊല്ലുകയാണെങ്കിൽ ആലോക്യ ചേർത്ത് ചൊല്ലുമ്പോൾ മാന്ന് വരും. ധാതാ മഹീം ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ദേവാനാം വദനാനി
ദ എന്നുള്ളത് ദയേൽത്തെ ആണ്. ദേവാനാം വദനാനി വീക്ഷ്യ, ക്ഷ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പരിതോ ദധ്യോ, ദ ഥ്യോ, ഥ്യോ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. ദ എന്നുള്ളത് ദയേൽത്തെ. ഭവന്തം ഹരേ, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഹാ ഹാ ദുർജന ഭൂരി ഭാരമഥിതാം പാഥോ നിധൗ പാദുകാമേതാം പാലയ ഹന്തമേ വിവസതാം സംപൃച്ഛദേവാനിമാൻ ഇത്യാദി പ്രചുര പ്രലാപവിവശാമാലോക്യ ധാതാമഹീം ദേവാനാം വദനാനി വീക്ഷ്യ പരിതോ ദധ്യൗ ഭവന്തം ഹരേ. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ, ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.